ഗുഡ് മോർണിംഗ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നലെ ഞാൻ ദുബായിലെത്തി നമ്മുടെ സ്വന്തം ഷാസളിയന് ഒരു വെട്ടിക്കെട്ട് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തു ഗൈസ്. എന്നിട്ട് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഷാസളിയനുമായിട്ട് റാമേൻ കഴിക്കാൻ പോകാന്നുള്ളൊരു പ്ലാൻ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഇന്നലെ. അപ്പൊ എന്റെ അടുത്ത് ഷാസ് പറഞ്ഞു, എടാ ഇവിടെ ഒരു പുതിയ അമ്പലം തുടങ്ങി, അബുദാബിയില് ഏറ്റവും വലിയ ഒരു അമ്പലമാണ്, പുതിയതായിട്ട് ഓപ്പൺ ആയതാണ്, നീ അറിഞ്ഞത്? ഞാൻ പറഞ്ഞു അതൊക്കെ എപ്പോ? അപ്പൊ അവൻ പറഞ്ഞു, നീ എന്തായാലും പോകണം. ഇന്നലെ എന്തായാലും എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഗൈസ്, എന്നിട്ട് പണി 6:30 ആയപ്പോഴത്തേക്ക് ഞാൻ മെട്രോ സ്റ്റേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് അമ്പലത്തിൽ പോവാം ഗൈസ്. എന്നിട്ട് ഉച്ചയ്ക്ക് ഷാസുമായിട്ട് റാമേൻ കഴിക്കാൻ പോവാം ഗൈസ്. രാവിലെ തന്നെ പോവാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് ഹിയർ ഇൻ അബുദാബി, ദുബായ്, ആൻഡ് ലെറ്റ്സ് ഗോ ഗൈസ്. രാവിലെ എഴുന്നേക്ക് കിട്ടുന്ന എനർജി ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടുള്ളൂ. ഞാൻ ഇന്നലെ കിടന്നപ്പോ തന്നെ 1 മണി കഴിഞ്ഞ് എന്നിട്ട് ഇന്ന് രാവിലെ 4:30 ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ്. എന്നിട്ട് എന്തൊരു ഫ്രഷ്നെസ്. പോവാ. ഈ പാർക്കിംഗ് ലോട്ടിനകത്തൂടെ മോളിനകത്ത് കയറി മോളിനകത്തുള്ള മെട്രോ പിടിച്ച് വേണം ഗൈസ് നമ്മൾ പോവാൻ. ഇവിടെ നിന്ന് നേരെ ഇബ്ൻ ബത്തൂത്ത എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. അതാണ് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മെട്രോയിൽ. എനിക്കാണെങ്കിൽ ഈ അന്യരാജ്യങ്ങളിലൊന്നും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പരിചയമില്ല. അപ്പൊ നമുക്ക് ചോദിച്ചു പോവാം. പിന്നെ ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ ലാംഗ്വേജ് ഒരു സംഭവം തന്നെയാണ് ഗൈസ്. ലോകത്തിന് മൊത്തം ഒരൊറ്റ ലാംഗ്വേജ് ആയിരുന്നു എന്തൊരു എളുപ്പമായിരുന്നു. ഒഴിഞ്ഞു കിടക്കണം മോള് കേട്ടാ. എന്തൊരു തിരക്കായിരുന്നു ഇന്നലെയൊക്കെ ഇവിടെ. എന്റെ പൊടിപ്പൂർ അമ്മച്ചി അങ്ങനെ ബോർഡ് കണ്ടുപിടിച്ചു, മെട്രോ നേരെയെന്ന്. ഷാസിനാണെങ്കിൽ ഈ മോള് കംപ്ലീറ്റ് അരച്ച് കലക്കി അറിയാം എവിടെയൊക്കെ ഏതൊക്കെ കട ഉണ്ടെന്ന്. ഇന്നലെ കൊണ്ടുവരുന്നപ്പോ ഞാൻ അന്തം വിട്ട്. പിന്നീടാണ് മനസ്സിലാക്കിയ ഈ മോൾ ഓഫ് എമിറേറ്റ്സിനകത്തുള്ള ഗ്യാപ്പിലാണ് അവൻ പണ്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ വർക്ക് ചെയ്ത സ്ഥലത്ത് ഇപ്പൊ പുട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി കിടക്കുമ്പോ എന്തൊരു അഭിമാനമായിരിക്കും അല്ലേ. എന്നാലും നമുക്ക് ലേറ്റ് ആക്കണം, മെട്രോയിൽ കയറാം. എന്നിട്ട് നേരെ ഇവര് തുത്താ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നീ. കോൾഡ് സ്റ്റോൺ എന്നും പറഞ്ഞിട്ട് ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഒരു ചായ വേണം രാവിലെ എന്നും പറഞ്ഞ ആഗ്രഹത്തിന് ഇവരുടെ ഒരു ചായ വാങ്ങിച്ചു കുടിച്ച് സ്മാർട്ട വെള്ളം. എന്നെ ചായ വെറുപ്പിച്ച് കളഞ്ഞ കടക്കാർ. ഇവിടെ ആരും ചായ കുടിക്കരുത്. ശരണി വാങ്ങിച്ചെന്തോ ഒരു പപ്സും ഒരു കോഫി ലാറ്റയൊക്കെ ഉള്ളായിരുന്നു. ചായ പക്ഷേ ഭൂലോക ദുരന്തം അമ്മച്ചീ. തൂക്കിക്കൊണ്ട് പോണ ബെൽറ്റാണ് കേസ്. ആൾക്കാർ നടന്നു പോകണം. പക്ഷെ നിന്നാ പോരെ വർക്ക്. തിരക്കാണോയിരിക്കും, രാവിലെ ജോലിക്കൊക്കെ പോവേല്ലേ. ഇതാണ് സുഹൃത്തുക്കളെ മെട്രോ സ്റ്റേഷൻ. ഇതാണ് ഗൈസ് മെട്രോയ്ക്ക് ടിക്കറ്റ് എടുക്കണ മറ്റേ ഇത്. ഇത് ഞെക്കല്ലേ. ഇന്നലെ ഞെക്കി ഞാൻ പെട്ട്. ഇംഗ്ലീഷിൽ കൊടുക്കുക, എന്നിട്ട് സിംഗിൾ ട്രിപ്പ് റെഗുലർ കസ്റ്റമർ സ്റ്റേഷനെ ഇബ്ൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സൊന വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൊനയാണ് നമുക്ക് അവിടെ വരെ പോകാനുള്ള ടിക്കറ്റ്. എന്നിട്ട് ഈ സൊന ഉണ്ട് ഇവിടെ വെക്കുക. അപ്പൊ തുറന്നു. മെട്രോ ഒക്കെ ഡൽഹിയിലും നമ്മുടെ കൊച്ചിയിലും ഒക്കെ ഏകദേശം സെയിം സെറ്റപ്പ് തന്നെയാണ്. ആസ് യൂഷ്വൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു മലയാളി കിട്ടുമല്ലോ. പക്ഷേ എനിക്ക് ഇബ്ൻ ബത്തൂത്തയിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ജബലേലി. എന്നിട്ട് മാറിക്കയറണം. അപ്പൊ നമുക്ക് ജബലേലിയിൽ ഇറങ്ങിയിട്ട് മാറിക്കയറാം. പേരെന്നായിരുന്നു ഇവിടെ? താങ്ക് യു. നമ്മളിപ്പോ മോൾ ഓഫ് എമിറേറ്റ്സിലാണ്. നമുക്ക് ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോയിട്ട് ജബലേലിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകണം. കണ്ട, ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പോകണം. രാവിലെ നിങ്ങൾക്കൊന്നും ഒരു പണിയുമില്ല. എന്തൊരു തിരക്ക്. ആക്ച്വലി പണിക്ക് പോവായിരിക്കും. എന്തൊരു തിരക്ക്. തുടക്കത്തെ തിരക്ക്. ഞാൻ വന്ന് കയറിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചേച്ചിയും ഒരു ചേട്ടനും കൂടെ ഒക്കെ ഇരിക്കണം. അപ്പൊ ഞാനോട് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. എന്റെ മൂഡ് ഇങ്ങനെ അനങ്ങുന്നുണ്ട്, ജോയിന്റ് ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു പ്ലേസ് ആണ്. കണ്ട കൈസി സോനയുടെ അനങ്ങണം. ഇതിന്റെ നടുക്കാണ് ഞാൻ ഇരിക്കണം. ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്. ജബലലി എത്തി. ജബലലി ഇവിടെ നിന്ന് നമ്മൾ മാറി കയറണം. ഇവിടെ നിന്നാണ് ഇബ്ൻ ബത്തൂത്തയിലോട്ട് പോകാനുള്ളത്. വരൂ കൂട്ടുകാരെ, നമുക്ക് ഇബ്ൻ ബത്തൂത്തയിലോട്ട് പോവാം. സീറ്റ് അവിടെ ഓർമ്മയുണ്ട്. ആദ്യമായിട്ടാണ് സീറ്റ് കിട്ടണത്. ഇബ്ൻ ബത്തൂത്ത എത്തി. പിന്നെ ഇവിടെ നിന്ന് ബസ് പിടിക്കാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പയ്യനെ അത്യാവശ്യം കണ്ടിരുന്നു. ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ, സ്നേഹമുള്ള പയ്യൻ. ഇതങ്ങോട്ട് നിന്ന് ഇറങ്ങാം. മെട്രോ ഇവിടെ കൂടെ ഇറങ്ങുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. വിട്ടോട്ടെ. ടാക്സി ആൻഡ് ബസ് സ്റ്റേഷൻ.
ഗൈസ് ഇബ്നു ബത്തൂത്തയിൽ ഇറങ്ങിയിട്ട് എന്തൊരു വ്യൂ മോർണിംഗിന്. ഗുഡ് മോർണിംഗ് വേൾഡ്. ചേട്ടാ സോളോ ആക്കിയിട്ട് നടക്കുന്ന നല്ല രസമുള്ള പരിപാടി കേട്ടോ. നമുക്ക് സീനറിയെ കണ്ട് ചൂടില്ലെങ്കിൽ കുറച്ച് രസമായിരിക്കും, പക്ഷെ അടിപൊളി കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ബസ് സ്റ്റാൻഡ്. ഓക്കെ, ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. ടിക്കറ്റ് എങ്കെ ഇവിടെ ആയിരിക്കും. ഞാൻ ഇവിടെ ബസ് ടിക്കറ്റ് അവിടെ കിട്ടുമെന്ന് വെച്ചപ്പോ എനിക്കൊരു മലയാളിയെ കണ്ടേ. മച്ചാന്റെ ഇന്ന് വിസിറ്റിങ്ങിന് വന്ന് ജോലി കിട്ടി ആദ്യത്തെ ഡേ ആണല്ലേ? ഓ കൺഗ്രാചുലേഷൻസ് ബ്രോ, പ്രൗഡ് ഓഫ് യു. പോയി നന്നായി പണിയെടുക്ക്, എന്നിട്ട് അടിപൊളിയായിട്ട് കൊടുക്കുന്നു. ഓക്കെ, പ്രൗഡ് ഓഫ് യു. പോയിട്ട് വരാം. ഇതുപോലെ എത്ര ആൾക്കാരുടെ അധ്വാനമാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് ആ ഒരു ലക്ഷറി അനുഭവിക്കണം അറിയാം. എനിക്കറിയാം, കാരണം എന്റെ അച്ഛൻ ഒരുപാട് നാള് ഇതുപോലെ പ്രവാസിയായിട്ട് നിന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഐ നോ ദാറ്റ് ഫീൽ. വീട്ടുകാരെ മിസ് ചെയ്ത്, കൂട്ടുകാരെ മിസ് ചെയ്ത്, മറ്റൊരു രാജ്യത്ത് ഭാഷ അറിഞ്ഞുകൂടാതെ ഒന്ന് പണിയെടുക്കുന്നത് അത്രത്തോളം നമുക്ക് നമ്മുടെ കുടുംബത്തോട് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ്. ഐ ലവ് പീപ്പിൾ ലൈക്ക് ദിസ്. ഐ ലവ് പ്രവാസ്. നിങ്ങളെല്ലാം പൊളിയാണ്. ഓക്കെ, ടിക്കറ്റ് കണ്ടിന്യൂ. ഇവിടത്തെ ബസ് സ്റ്റോപ്പ് എത്തിയ ഗൈസ്. ഇതാണ് നോൾ കാർഡ്. അവസാനം ഞാൻ ഇത് എടുക്കേണ്ടി വന്നു. ഇത് എടുത്തു കഴിഞ്ഞാൽ ദുബായിക്കകത്തുള്ള എല്ലാ മെട്രോയിലും എല്ലാ ബസ്സിലും ഒക്കെ ഇത് വെച്ച് പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ബസ്സിനകത്ത് കയറിയിട്ട് ഇത് ഞെക്കി കൊടുക്കണം, മെട്രോക്കകത്ത് കയറുമ്പോൾ ഇത് ഞെക്കി കൊടുക്കണം. അങ്ങനെ ഈ സാധനം എടുത്ത് ഇനി ഇവിടെ 8:20 ബസ്സുള്ളൂ. അപ്പൊ ഞാൻ ബസ് കാത്തിരിക്കുകയാണ്. ബസ് വന്നിട്ട് നമുക്ക് നേരെ അബുദാബിയിലോട്ട് പോവാം. ബസ് എത്തി ഗൈസ്. ക്യൂ. ബസ്സിൽ കയറി ഗൈസ്. ഇനി നമുക്ക് നേരെ അബുദാബിയിലെ മെയിൻ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ഒരു മച്ചാനെ കിട്ടി. പേരനായിരുന്നു കുഴപ്പമില്ല. ഞാനിവിടെ ഒന്നിച്ചാണ് ഗൈസ് ഇപ്പോൾ അബുദാബിയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങൾ അബുദാബിയിൽ എത്തിയിട്ട് ഗൈസ്. ബസ്സിനകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അബുദാബിയിലെത്തി. അപ്പൊ ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് തിരിച്ച് റൂട്ടിലോട്ട് പോവാൻ. അപ്പൊ അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ബസ്സിൽ പോകാൻ നേരത്തെ 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ മച്ചാൻ പറഞ്ഞു ടാക്സി പോണതായിരിക്കും ഉചിതമെന്ന്. മച്ചാനെ താങ്ക് യു സോ മച്ച് ടാ. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. പിന്നെ എനിക്ക് അബുദാബിയിലെ ബസ്സിൽ പോകാനുള്ള കാർഡ് തന്നു. താങ്ക് യു ബ്രോ. ശരി, പോയിട്ട് വരട്ടെ. ഇനി ടാക്സി പിടിച്ച് ഈ ടാക്സി കിട്ടുമല്ലേ? ശരി, പോയിട്ട് വരാം ബ്രോ. കാണാട്ടോ. ബൈ 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 ബൈ. ടാക്സി ഹയർ ചെയ്ത് ഗൈസ്. എന്ത് സ്നേഹമുള്ള മച്ചാനാണ് ഗൈസ്. ഭയങ്കര സന്തോഷം. എനിക്ക് എവിടെ പോയാലും ഇതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ ബട്ട് സ്റ്റിൽ എനിക്ക് ഓരോ അടുത്ത ഇനി അവിടെ നിന്ന് ഏത് ബസ്സാണ് കയറേണ്ടത്, 101 ഈ 101 അല്ലെങ്കിൽ 100 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച് ബ്രോ, ഇറ്റ് മീൻസ് എ ലോട്ട്. ഇനി അടുത്ത നമ്മൾ ടാക്സി കയറി ഇവിടെ നിന്ന് 100 ദിർഹത്തിന്റെ അടുത്ത് എന്തോ ആവും അവിടെ വരെ പോവാൻ. അപ്പോ ഞാൻ ടാക്സി കയറി ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, മന്ദിറിലോട്ട്. ഗൈസ്, സംഭവം എന്ന് പറഞ്ഞാലേ ഗൈസ്, ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു. നമ്മുടെ ബസ് ഇങ്ങോട്ട് വന്ന റൂട്ടിന്റെ ഇടയ്ക്കായിരുന്നു ഈ നമ്മുടെ മന്ദിർ. അപ്പോൾ നമുക്കൊരു 53 കിലോമീറ്റർ യാത്ര കുറയ്ക്കായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല. നിങ്ങൾ ദുബായിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇപ്പൊ ഒരു ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ആ ലൊക്കേഷനിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും. ഓക്കെ, ഇങ്ങ് അബുദാബി വരെ വരേണ്ട കാര്യമില്ല. ഇതല്ലേ ടാക്സി ഓടിച്ചിരുന്ന എണ്ണം പാകിസ്ഥാനിൽ നിന്നായിരുന്നു കേട്ടോ. എന്റെ മോനെ ഇവിടെ എന്തൊരു തിരക്ക്. ഈ കഴിഞ്ഞ വാലന്റൈൻസ്, അത് ഫെബ്രുവരി 14-ാം തീയതിയാണ് ഈ അമ്പലത്തിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നത് കേട്ടോ. എന്റെ പൊള്ളി, എന്തൊരു അമ്പലം കഴിച്ചത്. എന്റെ പൊന്നെ, ആ കല്ലിലെ വർക്ക് നോക്കിയാണ്. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ബഹളങ്ങളൊക്കെ ഇവിടെ നടക്കണേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടാ. എന്റെ ഭഗവാന്, ഇത് ഇതുവഴിയാണ് എൻട്രൻസ് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറാം. എന്തൊരു ഭംഗി ഗൈസ്, ദൂരം കാണാൻ. എന്റെ മോനെ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ സാധനം ഇവിടെ വന്നായിരിക്കും. താങ്ക് യു ഷാസളിയ. എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഗൈസ്. എനിക്ക് ഇതൊന്നും ആരും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു കേരളത്തില്. ഷിൻഡു പുന്നി കയറി വരുമ്പോ തന്നെ ഇവിടെ തമിഴ് അങ്ങനെ കുറെ ഭാഷകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹാർമണി. ഐക്യത്തിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഇങ്ങനെ അല്ലല്ലോ ഐക്യം എഴുതുന്നത്. ഐക്യം എന്നല്ലേ? ചിലപ്പോ ഇങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അയ്യോ, എന്തൊരു ഭംഗി ഗൈസ് ഇത് കാണാൻ. എസ്തെറ്റിക് മാസ്റ്റർ പീസ് ഗൈസ്. ഏറി വരുമ്പോ തന്നെ നല്ല പളാന്ന് പോളിഷ് ചെയ്തിട്ടേക്കുന്ന ടൈൽസ്. സൈഡില് ഇതുപോലെ വെള്ളത്തിന്റെ ഇത്, എന്നിട്ട് എന്താണ്ട പശുവിന്റെ രൂപത്തിലുള്ള വാട്ടർ ഫൗണ്ടൻ 2 സൈഡിലും ഉണ്ട്. അത്
എനിക്ക് കണ്ണെടുക്കാൻ തോന്നല്ല ഗൈസ്, എന്തൊരു ഭംഗി ഇത്. ഷൂ ഹൗസ് ദിസ് വേ. ചെരുപ്പ് ഇതിന്റെ അകത്ത് ഊരിയിടാൻ പറ്റുമെന്ന് തോന്നുന്നു. മണ്ണാണ് ഗൈസ്, നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇതിന്റെ തൂണൊക്കെ വെള്ള മാർബിളിൽ ചെയ്തേക്കണാണ്. എന്നിട്ട് ഇത് ഗ്ലാസ് ഇട്ട് മറച്ചു, കാരണം തൊട്ട് അഴുക്കാക്കാതിരിക്കാനായിരിക്കും ആൾക്കാർ. ഇത് മറച്ചിട്ടില്ലല്ലോ. ഫോൺ അലൗഡ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി അകത്ത് വീഡിയോ എടുക്കുന്ന അലൗഡ് അല്ല. അപ്പൊ ഞാൻ ഇതുവരെ എടുത്തിട്ട് ഞാൻ ഒന്ന് പോയി തൊഴുത് ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാവേ. ഞാൻ പോയിട്ട് വരാം. എന്റെ പൊന്നു ഗൈസ്, എന്തൊരമ്പലം! ഓരോ തൂണിലും ഒരു കൊത്തി വെച്ചേക്കുന്ന കാണണം. വർക്ക് ഓഫ് ആർട്ട്. ഓക്കെ, ഞാൻ അകത്ത് കയറി ചെന്ന ഉടൻ ലെഫ്റ്റ് ഒടിയുമ്പോഴത്തേക്കും ശിവഭഗവാനും പാർവതി ദേവിയും ഗണേശ ഭഗവാനും മുരുകസ്വാമിയും ഇവർ 4 പേരും ഒന്നിച്ച് ഒരു ഫാമിലി ആയിട്ടുള്ള പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും കൃഷ്ണന്റെ രാധയുടെ പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതിഷ്ഠ. എന്നിട്ട് കുറച്ചുകൂടെ ഞാൻ റൈറ്റിലോട്ട് വന്നപ്പോഴത്തേക്കും ഒട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഗൈസ് അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നോർത്ത് ഇന്ത്യൻ തീം അല്ലെങ്കിൽ ഒരു മോഡലുള്ള ഒരു അമ്പലത്തില് അയ്യപ്പ സ്വാമി ഇരിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോന്നുണ്ട്. പിന്നെ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും രാംഭഗവാനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാന്റെയും വേറൊരു പ്രതിഷ്ഠ. മൊത്തത്തിൽ എന്റെ പൊന്നെ ഗൈസ്, അക്ഷർധാം മന്ദിറില് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആർട്ട് വർക്കാണ് കേട്ടോ ഇവിടെ. എന്റെ മോനെ, ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അകത്ത് എനിക്ക് നിങ്ങൾക്ക് ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തെ കല്ലുകളിൽ ഞാൻ നിങ്ങൾക്ക് ആർട്ട് വർക്ക് കാണിച്ചു തരാമേ. ഇവിടെ ശിവലിംഗത്തിൽ ഒരു സ്വാമി തപസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോ കഥകളാണ് ഗൈസ്. എനിക്ക് കൃത്യമായിട്ട് കഥകൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാത്ത. ഇത് എനിക്ക് തോന്നുന്നത് ഹനുമാനും സുഗ്രീവനും തമ്മിലുള്ള വഴക്കാണെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും ഒരു വലിയ വഴക്കിലായിട്ടുണ്ട് പണ്ട്. ഈ ഒരു റോ മൊത്തം പല സൈസിനും ഷേപ്പിനുള്ള അമ്പലങ്ങളാണ് കാണിച്ചത്. എനിക്കൊന്ന് ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളായിരിക്കും. ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ മാത്രം എത്ര ശില്പങ്ങൾ നിങ്ങളത് എണ്ണി നോക്കിയാണ് ഗൈസ്. എനിക്ക് എണ്ണാൻ പറ്റണില്ല, ഭയങ്കര പാട്. കുറെ ഉണ്ട്. ആഞ്ജനേയ സ്വാമി ഇവിടെ ഇരിപ്പുണ്ട്, പരശുരാമൻ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്, നരസിംഹസ്വാമി ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഹനുമാൻ മരുത്വാമലം ചോന്നുകൊണ്ട് പോകുന്നതാണ് ഗൈസ്. അതും എനിക്ക് മനസ്സിലായി. ഇത് ലങ്കാദഹനം, അതും എനിക്ക് കത്തി. ഇത് സീതാദേവിയ ലങ്കയിൽ പിടിച്ചോണ്ട് വെച്ചേക്കാണ്. ഇവിടെ ഹനുമാൻജി മരങ്ങളെല്ലാം പിഴുത് കളഞ്ഞോണ്ടിരിക്കുകയാണ്. റിമൂവിംഗ് all the trees. ലങ്കാദഹനം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ലങ്കാദഹനം ഉണ്ട്. ഇത് രാമസേതു ഉണ്ടാക്കുന്നതാണ്. ഈ സൈഡ് കംപ്ലീറ്റ് രാമായണത്തിന് ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഇത് സീതാദേവിയുടെ അഗ്നി പരീക്ഷണമാണ് ഗൈസ്. അഗ്നിശുദ്ധി വരുത്തുന്ന സീനാണ് ഇത്. ഇതെല്ലാം അമ്മ കുഞ്ഞിലേ പറഞ്ഞു തന്നിട്ടുള്ള കഥകളാണ്. നിങ്ങൾ ഇവിടെ വരെയാണ് ഇതെന്തായാലും കാണണ ഗൈസ്. കംപ്ലീറ്റ് രാമായണവും ഇവർ കല്ലിൽ കുത്തി വെച്ചേക്കാണ്. സമ്മതിക്കണം ഗൈസ്, ഇതിന്റെ ശില്പികൾക്ക് ഒരു വലിയ കൈയടി കൊടുത്താലേ പറ്റുള്ളൂ. കാരണം അമ്മാതിരി വർക്ക് അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പാതി കൂടുതൽ എനിക്ക് അറിഞ്ഞു പോലും കൂടെ എന്തൊക്കെയാണെന്ന്. എല്ലാം ഓരോ കഥകളാണ്. ലൈറ്റ് സെറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റ പാട് ഒരു രക്ഷയില്ല. അടിപൊളി അമ്പലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രതിഷ്ഠ അയ്യപ്പ സ്വാമിയുടെയും മുരുകസ്വാമിയുടെയും. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയ്യപ്പ സ്വാമി കാണുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരു അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. എന്നിട്ട് നമുക്ക് തിരിച്ച് ദുബായിലോട്ട് പോവാം. ഇവിടെ വരാതിരുന്നെങ്കിൽ നഷ്ടമായി. താങ്ക് യു ഷാസലിയ ഫോർ ദിസ് വാല്യുബിൾ ഇൻഫർമേഷൻ. എന്തൊരു സമാധാനം. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. ഗൈസ് ബേസിക്കലി നിങ്ങൾക്ക് അമ്പലത്തിന്റെ സ്ട്രക്ചർ കാണണമെങ്കിൽ ഈ ഷേപ്പിലാണ് അമ്പലം ഇരിക്കുന്നത്. മുതുക്കു ചൂട് ഗൈസ്. ഇത് നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവാം. ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചത് ഇങ്ങനെ കുത്തി കയറണം. എൻ്റെ കണ്ണിൽ പ്രകാശം. നട്ടുച്ചയായി ഞാൻ ഒന്നും തിന്നതുമില്ല. പുല്ല് വിശക്കുകയും ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം ഗൈസ്. എന്നിട്ട് എനിക്ക് ഷാസലിനോട് റാമൻ തിന്നാൻ പോകണം. അവനാണെങ്കിൽ ആപ്പിൾ വിഷൻ പ്രോയുടെ റിവ്യൂ ആയിട്ട് നടക്കുകയാണ്. അതൊരു സാധനം തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് പറ്റുമെങ്കിൽ നോക്കട്ടെ ഗൈസ്. അവൻ്റെ റിവ്യൂ കഴിഞ്ഞിട്ട് നാളെ പറ്റുമെങ്കിൽ നമുക്കൂടെ ഒന്ന് വിഷൻ പ്രോ വാങ്ങിച്ച് നോക്കാം. വലിയ സാധനമാണത്. ഐ മീൻ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ബസ് എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷിച്ചാൽ. എന്റെ പൊന്നെ ഗൈസ്, നിങ്ങൾ ഇതല്ലോ അറിയാനുണ്ടോ? ഞാൻ അനന്തതയുടെ അപാര തീരത്തിലെത്തി ഗൈസ്. അമ്പലം അവിടെയാണ്. ഞാൻ ബസ് സ്റ്റോപ്പും തപ്പി ഇത് എവിടെ പോകണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ബസ് സ്റ്റോപ്പ് ഇല്ലേ ഭഗവാൻ ഈ നാട്ടിലൊന്നും? ബസ് സ്റ്റോപ്പ് ഇല്ല ഗൈസ് ഇവിടെ ഒന്നും. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യാണ്. ഇവിടെ എണ്ണം നിൽക്കണം. അങ്ങനെ ചോദിച്ചു നോക്കാം ബസ് സ്റ്റോപ്പ്. അമ്പിളി ഉറക്കം എഴുന്നേറ്റേ ഉള്ളൂ 12:30 ആയപ്പോഴത്തേക്കും. ശരണിയും ഗംഗയും കൂടെ ആണെങ്കിൽ മിറാക്കിൾ ഗാർഡൻ കാണാൻ പോയേക്കണം നട്ടുച്ചയ്ക്ക്. ബസ് സ്റ്റോപ്പ് ഫാർ ടാക്സി. ബസ് സ്റ്റോപ്പ് വെരി ഫാർ ആണ് ഗൈസ്. ഞാൻ ടാക്സി പിടിച്ച് നിയറസ്റ്റ് ബസ് സ്റ്റോപ്പിൽ പോകും. അതേ ഉള്ളു രക്ഷ.
എന്തായാലും ഗൈസ് ഇത് ഇരിക്കുന്നത് ഒരു ബസ് നിർത്താത്ത ഏരിയയിലാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ നിന്ന് ഷഹാമ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് നേരം എടുക്കുന്നു ബസ് വരെ. ഒന്നെങ്കിൽ ഈ ടാക്സിക്കാരെന്നെ നമ്പർ ഇറക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഇവർ പറഞ്ഞു നേരെ ഇവിടെ നിന്ന് ഇബ്നു ബത്തൂത്ത മെട്രോ സ്റ്റേഷനിലോട്ട് കൊണ്ടുവിടാന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരന് ഞാനും കൂടെ ഷെയർ ചെയ്യാണ്. ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 70 ദിർഹം വെച്ചാവുന്നു. കിतना കിലോമീറ്റർ പ്രയാസേ? 69 കിലോമീറ്ററിന് 70 ദിർഹം. മീറ്റർ ഇട്ട് പോകണമെങ്കിൽ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞത് എത്ര ആയി നോക്കെ. വിശന്ന് കണ്ണ് കാണാൻ വയ്യ. ഇവിടെ ഒന്നും ദൂരത്തേക്ക് ഒരു കട പോലും കാണാനില്ല. വലിയ നഷ്ടമല്ലെന്ന് തോന്നുന്നു ഗൈസ്. 66 ദിർഹമായി പെർ പേഴ്സൺ. 60 ദിർഹം എന്ന് പറയുമ്പോൾ നാട്ടില് 1000 സംതിങ് രൂപയാവും. കുഴപ്പമില്ല. ഇനി നമുക്ക് മോൾ ഓഫ് എമിറേറ്റ്സിലോട്ട് പോകാം. സത്യമായിട്ട് എനിക്ക് ഗസ് ഒന്ന് കണ്ണ് കാണാൻ വയ്യ. ഈ ഇബ്നു ബത്തൂത്ത മെട്രോ സ്റ്റേഷന്റെ സൈഡിലായിട്ടാണ് ഗൈസ് ഇബ്നു ബത്തൂത്ത ഗേറ്റ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. എന്റെ മോന് എന്തൊരു മെജസ്റ്റിക് ബിൽഡിംഗ് അല്ലേ? അതെ, ആ വാക്ക് ഞാൻ പഠിച്ചു ഗൈസ്, മെജസ്റ്റിക്. ഷടാ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന മെഷീൻ ആണല്ലോ. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് അടിച്ചു തരുമോ ഗൈസ് മെഷീൻ? നോക്കണമല്ല. 10 ദിർഹം. ആ ഗ്ലാസ് വന്നു വീണേ. കണ്ട ഒരു ഓറഞ്ച് നിങ്ങനെ കണ്ട. അടുത്ത ഓറഞ്ച് വന്നേ, അതിനെ തള്ളി എൻ്റെ അകത്തോട്ട് ഇട്ടെന്ന് തോന്നുന്നു. നമ്മുടെ പ്ലസ് 3ാമത്തെ ഓറഞ്ച് ഒന്നിട്ട് താണ്ട. ഓരോ ഓറഞ്ച് പോകുന്നതോറും ഇവിടെ കൂടെ ജ്യൂസ് വന്നോണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എന്തൊന്നും ഇല്ലാത്ത ഓറഞ്ച് അടിക്കുന്ന ഒരു മെഷീൻ ചെല്ലങ്ങൾ ജംഗ്ഷനിൽ വരണം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഓറഞ്ച് ജ്യൂസ് ആയിട്ട് നിറഞ്ഞോണ്ടിരിക്കുന്നത്. ഷാളിയാ പോളി സാധനം കണ്ടിരിക്കണം. 4 ഓറഞ്ചെങ്കിലും വന്നതാണ് ഇതിൻ്റെ അകത്ത്. 3 എടുത്തോണ്ട് കളഞ്ഞ് അടപ്പൊക്കെ ആയിട്ട് വന്നാടാ. ഇടാ മിടുക്ക. എടുത്ത് സ്ട്രോ സൈഡിൽ വെച്ചിട്ടുണ്ട്. പടക്ക പൊട്ടി. കിണ്ണകാച്ചി ജ്യൂസ് ഫ്രഷ് തണുത്തത്. 10 രൂപ എന്ന് പറയുമ്പം 220 രൂപയുടെ ജ്യൂസ്. സെറ്റ്. നമ്മൾ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ കാർഡ് എടുത്തത് ഭയങ്കര യൂസ് കേട്ടോ. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ചുമ്മാ അവിടെ തൊട്ട് കൊടുക്കുക, പൈസ പോകും, സാധനങ്ങൾ കിട്ടും. ഇത് കൊള്ളാം. നോൾ കാർഡ് എന്നാണ് പേര്. നിങ്ങൾ ദുബായിൽ വരികയാണെങ്കിൽ മെട്രോയും ബസ് യൂസ് ചെയ്യാൻ ഈ സാധനം എന്തായാലും എടുക്കണം. മസ്റ്റ്, ഹൈലി റെക്കമെൻഡ്. നമ്മള് കഴിച്ചിട്ട് തിരിച്ചു പോയി. സ്റ്റാഫ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. മോൾ ഓഫ് എമിറേറ്റ്സിലാണ് കേട്ടോ പോയി. ഇവിടെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമ്മൾ അവിടെ ലോബി ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് കുറച്ച് റിലാക്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം എന്താണ് ചെയ്യാൻ പോകുന്നത്. ഒരു വിധത്തിൽ ഞാൻ ഈ ഫുഡ് കോർട്ട് കണ്ടുപിടിച്ചത്. പക്ഷേ എന്ത് തിന്നുമെന്നുള്ള എൻ്റെ അന്വേഷണം എന്നെ ഇന്ത്യനിൽ നിന്നും ചൈനീസിൽ നിന്നും അവസാനം കൊണ്ടെത്തിച്ച് എവിടെയാണെന്ന് ഊഹിച്ചു നോക്കൂ. ഉമാമി ഫാസ്റ്റ് ജാപ്പനീസ് കിച്ചൺ. ഇവിടെ 38 ദിർഹത്തിന് എൻ്റെ വായി കൊള്ളാത്ത 2 സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ്ട് ആയിരിക്കണ പ്രോൺ ടെമ്പൂറ ഡോണും പിന്നെ മീസോ സൂപ്പും. എന്ത് രണ്ടാണെന്നാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതെന്ന് പറയാം. ജാപ്പനീസ് അല്ലേ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഈ മീസോ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൂപ്പാണ് ഗൈസ്. സൂപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വയംഭ സാധനം. അവിടുത്തെ കൊഞ്ച് പൊരിച്ച ഊണ് കൊള്ളാല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഇത് കൊഞ്ചാണ് കേട്ടോ. സാധനം ചോറാണ് കേട്ടോ. കൊള്ളാം ഗൈസ്. ജാപ്പനീസ് ഊണും കഴിച്ചിട്ട് ഞാൻ വരാം. ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, കടൽപ്പായല്, എല്ലാം മുറ്റൊഴിഞ്ഞു. അവസാന കൊഞ്ചിന്റെ കഷ്ണമായിട്ട് എൻ്റെ വയറ് വീത്തുപോയി. റൂമിൽ പോയിട്ട് ഹമ്പിളിന് വീഡിയോ ഷൂട്ട് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് റൂമിലോട്ട് പോകാൻ കഴിച്ചു. ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ താമസിക്കുന്ന പടുകൂറ്റ ബംഗ്ലാവ്. എന്തായിരുന്നു അവിടെ പരിപാടി? ആണാ? പിന്നെ ഉച്ചയായപ്പോ വിശന്നപ്പോ ഞാൻ ഇന്നലെ അൽബർഷയിൽ പോയി ബിരിയാണി കഴിച്ചു. ആണാ? കൊള്ളായിരുന്നു അവിടെ ബിരിയാണി? അവിടെ നല്ല ബിരിയാണി ആണാ? പക്ഷെ ഒരു പ്രതിഷേധം എനിക്ക് അറിയിക്കാനുണ്ട്. എന്തരടാ? ഇവിടെ ഒരു പീസ് ചിക്കനേ ഉള്ളൂ. ചുമ്മാ കുറച്ച് വലുതാണ്. അല്ലാതെ എനിക്ക് 2 പീസ്. എടാ എന്ത് വീഡിയോടാ എടുത്തു തരേണ്ടത്?
അതൊരു സംഭവം ഉണ്ട്. ആണോ? ഓക്കെ, ഞാനത് എടുത്ത് കൊടുത്തിട്ട് വരാം ഗൈസ്. ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യട്ടെ. വേണ്ട, പുറകിലോട്ട് വേണ്ട, ഒരുപാട് സാധനങ്ങൾ ഇരിക്കണം.